ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിതാ വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ വിളക്കെല്ലാം വെച്ചിട്ടുണ്ട്. ഒരുവിധ ആളെല്ലാം വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും അല്ലേ. പക്ഷേങ്കിൽ ഇതാ കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് പണികളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുവേ. അപ്പം ഞാൻ അതിനായിട്ട് അടുക്കളയിലേക്ക് വന്നു. ഞാൻ ദേവൂട്ടിന് എല്ലാവരോടും ഒരു ഹായും പറഞ്ഞിട്ടുണ്ട്. ഏട്ടനിതാ വന്നപ്പാടും കുറച്ച് സമയം ന്യൂസെല്ലാം കാണുന്നതാണ് കേട്ടോ. വരുമ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ. അപ്പോൾ അതെനിക്ക് കട്ട് ചെയ്യണം. ഈ ഒരു സമയത്താണ് കേട്ടോ ഏട്ടനിപ്പോൾ മീൻ കൊണ്ടുവരുമോ പറഞ്ഞിട്ട് കാര്യമില്ല, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പം അതവിടെ വെച്ചിട്ടുണ്ട്. ദേവൂട്ടിന് കാടമുട്ട വേണമെന്ന് പറഞ്ഞിട്ട് അത് ഞാനൊന്ന് കുറച്ച് ദിവസമായി കൊണ്ടുവച്ചിട്ട് പിന്നെ ആക്കി തരാം, കുറച്ച് കഴിയട്ടെ. ഇതിങ്ങനെ തോട് പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ അതങ്ങനെ അവിടെ വെച്ച് പെൻഡിങ്ങിൽ വെച്ച് അവസാനം ഓൻ തന്നെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അമ്മ പുഴുങ്ങി തരുന്നോ അല്ലെങ്കിൽ ഞാൻ പുഴുങ്ങണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത് വേഗം, നല്ല ഇടിയും മഴയെല്ലാം വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഞാൻ വേഗം അതെടുത്തിട്ട് ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തേ കാണുന്നതാണ് കേട്ടോ ഈ സന്ധ്യക്ക് ഇങ്ങനെ ഒരു ചായ കുടിക്കുന്ന പരിപാടി. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ മിച്ചറോ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ചായ കുടി അവിടെ കഴിഞ്ഞ്. പക്ഷേ ഇങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഹെവി ആയിട്ട് എന്തെങ്കിലും സന്ധ്യക്ക് എല്ലാവർക്കും വേണം കേട്ടോ. അപ്പം അങ്ങനെ ഒന്നുകിൽ കടലക്ക പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ കിഴങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലും ആക്കുവേ. അപ്പോൾ ഇന്നിപ്പം ഞാൻ ആക്കി കൊടുക്കുന്നത് റൊട്ടിയും മുട്ടയുമാണ് കേട്ടോ. അതിങ്ങനെ ഓംലേറ്റ് ആക്കിയിട്ട് ബ്രെഡ് ചൂടാക്കിയിട്ട് അങ്ങനെ കൊടുക്കും. പിള്ളേർക്കും അതൊരു ശീലമായി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ചില സമയം മക്കൾ രാത്രിക്ക് ചോറ് കഴിക്കാണ്ട് കിടക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ പരമാവധി ഇത് സ്കിപ്പ് ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാലും എൻ്റെ ദേവൂട്ടൻ സമ്മതിക്കില്ല കേട്ടോ. ഓനെ സന്ധ്യാമ്മൻ ചോദിക്കും, അമ്മയെ ഒന്നും ആക്കിയിട്ടില്ലേ, ഇന്നൊന്നും ആക്കിയിട്ടില്ലേ എന്ന്. അതുകൊണ്ട് പിന്നെ വേറെ നിവർത്തിയില്ല, എന്തായാലും എന്തെങ്കിലും ആയിട്ടും ആക്കും. പിന്നെ ഏട്ടൻ ഈ ഒരു സാധനം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. ഞാനും എല്ലാം അങ്ങനെ തന്നെയാണ്. എൻ്റെ മൂത്താളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അമ്മയും ദേവൂട്ടൻ്റെ നൈറ്റിൽ ചോറ് കഴിക്കുള്ളൂ ഇപ്പോൾ. എൻ്റെ പഴയ വീഡിയോസ് കണ്ടവർക്കെല്ലാം അറിയാൻ പറ്റും ആ സമയത്തുള്ള ഞാനും ഇപ്പോഴുള്ള ഞാനും എങ്ങനെയാണുള്ളതെന്ന്. ആ സമയത്ത് ഞാൻ നല്ല തടി ഉണ്ടായിന്, നല്ലോണം ഫുഡ് കഴിക്കും, നമ്മൾ ഈ ഒരു സന്ധ്യക്കുള്ള കടി കഴിക്കും, പിന്നെ നൈറ്റിൽ ചോറ് കഴിക്കും. ഇതെല്ലാം കഴിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ തടിക്കാൻ തുടങ്ങിയത്. ഇതെല്ലാം കഴിച്ച് വീങ്ങി വന്ന് ഇപ്പം പിന്നെ നമുക്ക് മനസ്സിലായി ഇതെല്ലാം വെറുതെ വേസ്റ്റാണ്, കഴിക്കരുത് എന്നുള്ളത്. അപ്പം പിന്നെ ഞാനതെല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ദേവൂട്ടൻ എന്ന് പറയുന്നത് ചെറുതല്ലേ, ഓന് അവർ കഴിച്ച് വളരേണ്ട സമയമല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഓനെ അങ്ങനെ നിർബന്ധിക്കുകയില്ല. തേജു ഓൻ തന്നെ ഞാനെല്ലാം ഡയറ്റെല്ലാം ചെയ്യുന്ന കാണുന്നത് കൊണ്ട് ഓനും അതുപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ പരമാവധി എല്ലാം ഒരുവിധമെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നുണ്ടേ. അങ്ങനെ ഇതാ രണ്ടാളും കൂടിയിട്ട് ചായ കുടിക്കാനിരുന്നിട്ടുണ്ട്. അപ്പോൾ തേജു പിന്നെ ബ്രെഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒറ്റയൊന്നായിട്ട് എടുത്തിട്ടുണ്ടായില്ല, എന്നിട്ട് പഴം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ വേഗം വന്നിട്ട് നമ്മളെ ആ ഒരു കാടമുട്ട അപ്പോഴത്തേക്ക് തണിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊന്ന് തോടെല്ലാം കളഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. എൻ്റെ ദേവൂട്ടനിതാ കാടമുട്ട ഒന്ന് പൊട്ടിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ഭാഗത്തുനിന്ന് മാറിയിട്ടില്ല. ഇതെന്താ റെഡിയാവാത്തേ, ഇതെപ്പോൾ റെഡിയാവുക എന്ന് പറഞ്ഞിട്ട് ഓനും കൂടി എന്നെ സഹായിക്കുന്നുണ്ട്. പിന്നത്തെ ഇവരെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കാടമുട്ട ആക്കണ്ട, അച്ഛനാക്കിയാൽ മതിയെന്ന്. ഇവരാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നല്ല മസാല കാടമുട്ട മസാലയാക്കും. നമ്മൾ ഇങ്ങോട്ടെല്ലാം ഇങ്ങനെ കൊള്ളിയിൽ കുത്തിയിട്ടാണ് കേട്ടുണ്ടാവുക. അത് എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ആക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ പൊട്ടിക്കാൻ മാത്രമാക്കി ആക്കിക്കോളെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് ആക്കി കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടേ. വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നേരാണ് കേട്ടോ എൻ്റെ തേജുവിൻ്റെ ആ ഒരു ബഹളമെല്ലാം ഞാൻ കേട്ടത്. അപ്പം അതുപോലെ ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദേവൂട്ടൻ പറഞ്ഞ പോലെ അച്ഛനാണ് കേട്ടോ ഇന്നിപ്പം ഇവർക്ക് കാടമുട്ട മസാല റെഡിയാക്കുന്നത്. അപ്പം അതിൻ്റെ പണിപ്പുരയിലാണ് ഏട്ടനുള്ളത്.
പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, എന്താക്കുമ്പോഴും സകലമാന സാധനങ്ങളും ഞാനവിടെ മുന്നിൽ കൊണ്ടു കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കുന്നുണ്ട്. കണ്ണൂർ ഇങ്ങോട്ട് ഒരുവിധം തട്ടുകടകളിലെല്ലാം ഉണ്ടാകുന്ന നമ്മളെ കാടമുട്ട ഫ്രൈ ആണ് കേട്ടോ ഇന്നിപ്പോൾ ഏട്ടൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ കൊള്ളിയിൽ കുത്തിയിട്ടാണ് കേട്ടോ ഷോപ്പിലെല്ലാം ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ദേവൂട്ടൻ ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കേക്കിൻ്റെ പോപ്സ് ഉണ്ടല്ലോ അതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങി വെച്ച ആ ഒരു സ്റ്റിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഹോട്ടലുകാരും ഇതുതന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി നമ്മളെ ദേവൂട്ടൻ്റെ കാടമുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയുന്നില്ല, സൂപ്പറാണ്. അല്ലെങ്കിലും ഏട്ടൻ എന്താക്കി കഴിഞ്ഞാലും ഒരു തക്കാളി മുളകിട്ട് കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റാണ്. നീ തന്നെയാണ് നമ്മൾ ആദ്യത്തെ ടെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ദേവൂട്ടനെ കൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ചൂടോടെയാണ് കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നല്ല അടിപൊളിയിലെല്ലാം ചവച്ചു, അന്നേരമാണ് ചൂട് വന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ മുഖത്തുള്ള ആ ഒരു എക്സ്പ്രഷൻ. ഓരോ കൊള്ളിയും ഓരോ ആളെടുത്ത് പിന്നെ ഞാനും അതങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സാം ആയതുകൊണ്ട് രണ്ടാളെ കൂടി ഇരുന്നിട്ട് പഠിപ്പിക്കുന്നതാണ് കേട്ടോ. ഒറ്റയ്ക്ക് ഇരുത്തിക്കഴിഞ്ഞാൽ രണ്ടാളും ഇങ്ങനെ ഉഴപ്പിക്കളിക്കും. അതുകൊണ്ട് ഞാൻ അടുത്ത് തന്നെ വേണം. മക്കളെ വേഗം തന്നെ പഠിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ മീൻ മുറിക്കലാടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഠിത്തമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മീൻ മുറിക്കുന്നത്. അപ്പം കുളിയെല്ലാം കഴിഞ്ഞിട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര മടിയാണ്. എന്നാലും പിന്നെ നമുക്ക് വേറെ നിവർത്തിയില്ലല്ലോ. രാവിലെ ഏട്ടന് ഫുഡെല്ലാം കൊണ്ടുപോകണമെങ്കിൽ നൈറ്റിൽ കട്ട് ചെയ്ത് വെക്കണം. രാവിലെ മുറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും ആവില്ല. അതുകൊണ്ട് പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങ് മുറിക്കും. പിന്നെ അമ്മക്ക് കുറച്ച് ബീഡിക്ക് പണിയാണ്. നമുക്ക് ബീഡി ഇങ്ങനെ തിരച്ചിട്ട് അത് കമ്പനിയിൽ കൊടുക്കലാണ് കേട്ടോ പണി. അതുകൊണ്ട് പിന്നെ അമ്മക്ക് അതിൻ്റെ കുറച്ച് വർക്കുള്ളതുകൊണ്ട് അമ്മ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ മുറിച്ചോളും എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ആ പണിയിലുള്ളത്. അങ്ങനെ മീനെല്ലാം മുറിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഒരുവിധം പണികളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പാത്രമെല്ലാം കഴുകി വെക്കണം, എന്നിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയുള്ള. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ട് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.